പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഉപയോഗിച്ച് വ്യാജ വാർത്ത ചമച്ച കേസിൽ ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ, റെസിഡന്റ് എഡിറ്റർ കെ ഷാജഹാൻ, റിപ്പോർട്ടർ നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ജീവനക്കാരിയായ പെൺകുട്ടിയുടെ അമ്മ, വീഡിയോ എഡിറ്റർ വിനീത് ജോസ്, ക്യാമറാമാൻ വിപിൻ മുരളീധരൻ എന്നിവരാണ് പ്രതികൾ. വിവരങ്ങളുമായി ജോഷില കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ജോഷില, അന്ന് ഏറെ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്ത സംഭവമായിരുന്നു ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഉപയോഗിച്ച് ഇത്തരത്തിൽ വ്യാജ വാർത്ത നിർമ്മിച്ച സംഭവം. ഒരു ഉത്തരവാദിത്തമോ മര്യാദയോ ഉള്ള ഒരു വാർത്താ സംഘത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നടപടി. അതിനെ തുടർന്ന് നിയമ നടപടികളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഈ കുറ്റപത്രത്തിന്റെ സമഗ്രമായ രൂപം മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വാർത്താ ചാനലിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാത്ത അല്ലെങ്കിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വ്യാജ വാർത്ത ചമക്കുകയായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ചെയ്തത് എന്നുള്ളതാണ് കേസിന് ആധാരമായ സംഭവം. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു സംഭവം നടന്നത്. ഇതിനെതിരെ വെള്ളയിൽ പോലീസാണ് നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ വി സുരേഷ് ശാസ്ത്രീയമായി ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് പോക്സോ പ്രത്യേക കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ, അതുപോലെ തന്നെ റെസിഡന്റ് എഡിറ്റർ ഷാജഹാൻ കാളിയത്ത് തുടങ്ങിയ ജീവനക്കാർക്കെതിരെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 70ഓളം പേരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. ഏഷ്യാനെറ്റ് ജീവനക്കാരിൽ നിന്ന് പോലും മൊഴിയെടുത്തിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. വ്യാജരേഖ ചമക്കൽ, അതുപോലെ തന്നെ വ്യാജ ഇലക്ട്രോണിക്സ് രേഖകൾ ചമക്കൽ തുടങ്ങിയവ ഈ കുറ്റപത്രത്തിൽ കുറ്റങ്ങളായി ആരോപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവനക്കാരിയുടെ മകളെ ഉപയോഗിച്ച് വീഡിയോ നിർമ്മിച്ചു എന്നുള്ളതാണ് കേസ്. ഈ കേസിൽ യഥാർത്ഥ ഇരയെയല്ല ഉപയോഗിച്ചത് എന്നുള്ളതും കേസിന് ആസ്പദമായ സംഭവമാണ്. തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസുള്ളത്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ കോഴിക്കോട് ബ്യൂറോയിൽ വെച്ചാണ് വാർത്ത ചിത്രീകരിച്ചതെന്നും ജീവനക്കാരിയുടെ മകളെ ഇതിനായി ഉപയോഗിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കോഴിക്കോട് ഫോറൻസിക് ലാബിലെ ശാസ്ത്രീയ പരിശോധനയിലൂടെയാണ് ഇത് തെളിയിച്ചിരിക്കുന്നത്. കണ്ണൂർ റിപ്പോർട്ടർ നൌഫൽ ബിൻ യൂസഫും റെസിഡന്റ് എഡിറ്റർ ഷാജഹാനും കോഴിക്കോട് ഉണ്ടായിരുന്നതായും ഫോണിന്റെ CDR പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. മനു.